ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ബാക്ക് സ്റ്റിച്ചും അതിൻ്റെ വേരിയേഷൻ സ്റ്റിച്ചായ വിപ്പഡ് ബാക്ക് സ്റ്റിച്ചുമാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ബാക്ക് സ്റ്റിച്ച് എന്നത് ഹാൻഡ് എംബ്രോയ്ഡറിയിലെ ഏറ്റവും ബേസിക് ആയതും സ്ട്രോങ് ആയതുമായ സ്റ്റിച്ചുകളിൽ ഒന്നാണ്. ഇതുപയോഗിച്ച് നമുക്ക് ലൈനുകൾ, ടെക്സ്റ്റ്, ഡിസൈൻ, ഔട്ട്ലൈൻ എന്നിവയൊക്കെ വളരെ നീറ്റായിട്ട് ചെയ്തെടുക്കാം. ആദ്യം ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ നിന്ന് തുണിയുടെ അടിഭാഗത്ത് നിന്ന് സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് കുറച്ച് മുന്നോട്ട് കുത്തിയെടുക്കുക. അതിനുശേഷം കുറച്ച് മാറി വീണ്ടും തുണിയുടെ അടിയിൽ നിന്ന് മുകളിലേക്ക് സൂചി കുത്തിയെടുക്കുക. ഇനി കുറച്ച് ബാക്കിലേക്ക് പോയി, അതായത് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിൻ്റെ ആ പോയിൻറ്റിൽ സൂചി താഴ്ത്തി ഇറക്കുക. ഇനി വീണ്ടും അവിടെ നിന്ന് സൂചി മുന്നിലേക്ക് കൊണ്ടുപോയി തുണിയുടെ അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുന്നു. അവിടെ നിന്ന് ബാക്കോട്ട് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിൻ്റെ പോയിൻറ്റിലേക്ക് സൂചി കുത്തി താഴ്ത്തി ഇറക്കുന്നു. ആ ലൈൻ മുഴുവൻ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സ്മൂത്ത് ലൈൻ കിട്ടും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ബാക്ക് സ്റ്റിച്ച് എന്നത് നൂല് മുന്നോട്ട് പോയിട്ട് പിന്നോട്ട് കുത്തി വീണ്ടും മുന്നോട്ട് വരുന്നത് പോലെ ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു കണ്ടിന്യൂസ് ലൈൻ ലഭിക്കും. സാധാരണയായിട്ട് ഈ സ്റ്റിച്ച് ഉപയോഗിക്കുന്നത് ഡിസൈനിൻ്റെ ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ടെക്സ്റ്റ് എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ടും ചെറിയ പാറ്റേൺ ഡീറ്റെയിലിങ്ങിനൊക്കെ ഇത് ഉപയോഗിക്കുന്നു. പിന്നെ റണ്ണിങ് സ്റ്റിച്ചിനേക്കാൾ നീറ്റ് ലുക്ക് വേണ്ടപ്പോൾ ഈ സ്റ്റിച്ചാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഈ സ്റ്റിച്ച് സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ ആണ്. ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ലൈനൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് ക്ലിയറായിട്ട് നമുക്ക് കിട്ടും. ബിഗിനേഴ്സിനും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ച്. ബാക്ക് സ്റ്റിച്ചിൽ ഓരോ പുതിയ സ്റ്റിച്ച് മുമ്പത്തെ സ്റ്റിച്ചിനെ കണക്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഇതിന് ഒരു സ്ട്രോങ് ഹോൾഡ് തന്നെ കിട്ടുന്നു. അതുപോലെ മെഷീൻ സ്റ്റിച്ച് പോലെ നീറ്റ് ഫിനിഷിങ് കിട്ടുന്നു. അതുകൊണ്ട് എംബ്രോയ്ഡറിയിൽ ബാക്ക് സ്റ്റിച്ചിനെ ഫൗണ്ടേഷൻ സ്റ്റിച്ചു എന്നും പറയുന്നു. ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്യൂട്ടി 80% ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സ്റ്റിച്ചിൻ്റെ ലെങ്ത്തിനെ ആശ്രയിച്ചാണ്. സ്മാൾ സ്റ്റിച്ചാണെങ്കിൽ പ്രൊഫഷണൽ ഫിനിഷിങ് കിട്ടും. മീഡിയം സ്റ്റിച്ചാണെങ്കിൽ നോർമൽ ഔട്ട്ലൈനൊക്കെ നന്നായിട്ട് ഒത്തുപോകും. ലോങ് സ്റ്റിച്ചാണെങ്കിൽ അൺഈവൻ ലുക്കൊക്കെ ആയിരിക്കും കിട്ടുക. അതുകൊണ്ട് ലോങ് സ്റ്റിച്ച് എന്തായാലും ഒഴിവാക്കണം. സാധാരണയായിട്ട് അധികം ആൾക്കാരും ചെറിയ സ്മാൾ സ്റ്റിച്ചാണ് ഉപയോഗിക്കാറ്. അതൊക്കെയാണെങ്കിൽ കർവ്സും അങ്ങനത്തെയൊക്കെ കർവ്സ് ലൈൻസൊക്കെ ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ചസോ അല്ലെങ്കിൽ ഡിസൈൻസൊക്കെ കാണാൻ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ബാക്ക് ബോൺ എന്നും ബാക്ക് സ്റ്റിച്ചിനെ പറയുന്നു. ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ്: ഓരോ സ്റ്റിച്ചും സെയിം ലെങ്ത് ആക്കാൻ വേണ്ടി ശ്രമിക്കണം. നൂല് ടൈറ്റ് ആക്കരുത്, അപ്പോൾ ഫാബ്രിക് ചുരുണ്ടു പോകും. പക്ഷേ വളരെ ലൂസും ആക്കരുത്, അപ്പോൾ ആണെങ്കിൽ ആ ഷേപ്പ് അങ്ങ് നഷ്ടപ്പെടും. ഓരോ സ്റ്റിച്ച് ഇടുമ്പോഴും ഡയറക്ഷൻ ചേഞ്ച് ആകാതെ വേണം ചെയ്യാൻ. ആ ലൈൻ മുഴുവൻ കംപ്ലീറ്റായി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം തുണിയുടെ അടിയിൽ ഒന്ന് കെട്ടുകൊടുക്കുക. അതിനെ എൻഡ് നോട്ട് എന്ന് പറയും. എൻഡ് നോട്ട് ചെയ്യുമ്പോൾ ത്രെഡ് ഒരുപാട് വലിച്ചു കൊടുക്കരുത്. ഇനി നമുക്ക് വിപ്പഡ് ബാക്ക് സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. വിപ്പഡ് ബാക്ക് സ്റ്റിച്ച് എന്നത് ഒരു ബാക്ക് സ്റ്റിച്ചിൻ്റെ മുകളിൽ നൂല് റാപ്പ് ചെയ്തുകൊണ്ട് കൂടുതൽ ഡെക്കറേറ്റീവ് ആക്കുന്ന ഒരു വേരിയേഷൻ സ്റ്റിച്ചാണ്. വിപ്പഡ് ബാക്ക് സ്റ്റിച്ച് സിമ്പിൾ ബാക്ക് സ്റ്റിച്ചിനേക്കാൾ തിക്ക് ആൻഡ് സ്റ്റൈലിഷ് ആയിട്ട് തന്നെ കാണും. ഇനി നമുക്ക് വിപ്പഡ് ബാക്ക് സ്റ്റിച്ച് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. ഓൾറെഡി നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചു. ആദ്യം തന്നെ ബാക്ക് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് വേറൊരു കളർ ത്രെഡ് എടുക്കുക. ബാക്ക് സ്റ്റിച്ചിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ നിന്ന് സൂചി കുത്തിയെടുക്കുക. അതിനുശേഷം സൂചി തുണിയിൽ കുത്താതെ സ്റ്റിച്ചിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് നൂല് റാപ്പ് ചെയ്തെടുക്കുക. ബാക്ക് സ്റ്റിച്ചിൻ്റെ അടുത്ത സ്റ്റിച്ചിലും ഇതേപോലെ തന്നെ റാപ്പ് ചെയ്യുക. എല്ലാ സ്റ്റിച്ചിലും സെയിം ഡയറക്ഷനിൽ തന്നെ ഇതുപോലെ റാപ്പ് ചെയ്തെടുക്കുക. അതായത് ഓരോ സ്റ്റിച്ചിൻ്റെയും താഴെ നിന്നും മുകളിലേക്ക് വേണം ഈ ത്രെഡ് ഉപയോഗിച്ച് റാപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ വിപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് മുഴുവൻ ഇതുപോലെ വിപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒരു ട്വിസ്റ്റഡ് റോപ്പ് പോലെ സ്മൂത്തായും അല്ലെങ്കിൽ റൈസ്ഡ് ലൈനായിട്ട് കിട്ടും. ബാക്ക് സ്റ്റിച്ചാണ് ഇവിടെ ബേസ് ലൈൻ. അതുകൊണ്ട് നീറ്റായിട്ട് തന്നെ അത് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ലെങ്ത് ഈക്വൽ ആയിരിക്കണം. അതാണ് ഇതിൻ്റെ ബ്യൂട്ടി. ബാക്ക് സ്റ്റിച്ച് ചെയ്ത അതേ സെയിം കളർ ത്രെഡ് ഉപയോഗിച്ചാണ് വിപ്പ് ചെയ്തെടുക്കുന്നതെങ്കിൽ ബോൾഡ് ലൈൻ എഫക്റ്റ് കിട്ടും. ഡിഫറെൻറ്റ് കളർ ഉപയോഗിച്ചാണ് റാപ്പ് ചെയ്തെടുക്കുന്നതെങ്കിൽ ടു ടോൺ ഡിസൈൻ ലുക്കാണ് കിട്ടുക. റാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൂസായിട്ട് വേണം റാപ്പ് ചെയ്യുന്നത്. അതാണ് നീറ്റായിട്ട് കിട്ടാൻ നല്ലത്. ടൈറ്റ് ആക്കാൻ പാടില്ല.
സാധാരണയായിട്ട് ഈ ഒരു സ്റ്റിച്ച് ഉപയോഗിക്കുന്നത് ഫ്ലോറൽ സ്റ്റെംസിന് വേണ്ടിയിട്ട്, ബോർഡേഴ്സിന് വേണ്ടിയിട്ട്, ടെക്സ്റ്റൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഈ ഡിസൈൻ ഉപയോഗിക്കും. പിന്നെ സിമ്പിൾ ഡിസൈനെ അട്രാക്റ്റീവ് ആക്കാനും ഈ ഒരു വിപ്പഡ് ബാക്ക് സ്റ്റിച്ച് ഉപയോഗിക്കുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ത്രെഡ് റാപ്പ് ചെയ്യുന്ന സമയത്ത് നീഡിൽ തുണിയിൽ കുത്താൻ പാടില്ല. ജസ്റ്റ് ഒന്ന് നീഡിൽ ഓരോ സ്റ്റിച്ചിൻ്റെയും അടിയിലൂടെ പാസ് ചെയ്ത് പോകുക മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക് സ്റ്റിച്ചിൽ നൂല് വിപ്പ് ചെയ്തെടുത്ത് ഒരു ട്വിസ്റ്റർ റോപ്പ് എഫക്റ്റ് കിട്ടുന്ന സ്റ്റിച്ചാണ് വിപ്പഡ് ബാക്ക് സ്റ്റിച്ച്.